അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങളിൽ ജനിച്ചവരാണ് മകരക്കൂറ് എന്ന് പറയുന്നത്. അവരുടെ പ്രവൃത്തി സംബന്ധിച്ച്, ജോലി മുതലായിട്ടുള്ള പ്രൊഫഷൻ മുതലായിട്ടുള്ള സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലഗ്നത്തിൽ സൂര്യനും ചൊവ്വയുമാണ്. സ്ഥാപനത്തിലെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ അധികാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺട്രോള് നമ്മുടെ കയ്യിലേക്ക് കൂടുതലായിട്ട് വരാവുന്നതാണ്. പക്ഷേ ഉണ്ടായേക്കാവുന്ന സമ്മർദ്ദങ്ങളും കൂടുതലായിട്ട് ഉണ്ടാകും. അവരവരുടെ ടീമിൽ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒക്കെ ഒരു നേതൃത്വം ലഭിക്കും. എന്നാൽ കഠിനമായിട്ടുള്ള ചില കാര്യങ്ങളിൽ കൂടെ കഴിഞ്ഞു പോകേണ്ടതായിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞു പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എടുക്കും. അതുമൂലമുണ്ടാകുന്ന മെൻ്റൽ സ്ട്രെസ്സും മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് വരുമാനം ഒക്കെ അത്യാവശ്യം കൂടിക്കൊണ്ടിരിക്കും. എങ്കിൽ പോലും ചിലവും അതിനനുസരിച്ച് കൂടും. അത് വേണ്ട രീതിയിൽ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും.